ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഫാക്ടറിയുടെ ഡിജിറ്റൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഫാക്ടറി ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ചതും എന്നാൽ ഞങ്ങൾക്ക് ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് കൊടുത്തതുമായ ക്വസ്റ്റ്യൻസ് ആണ്. Question number 1. Spoken English or Business Englishന്റെ ആവശ്യകത. Question number 2. എന്തുകൊണ്ടാണ് നാം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയക്കുന്നത്? Question number 3. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഈസി സൊല്യൂഷൻസ് എന്തെല്ലാമാണ്? Question number 4. സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ വഴി പഠിക്കാൻ പറ്റുന്നതാണ്? ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ മജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. This is Sabu George, your communicative English mentor. So the answers are very simple. English is must for everyone, either for students, executives, professionals, housewives, etc. But speaking is for others, not for you. മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണം. സോ അതിനുവേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് ഓ ബിസിനസ് ഇംഗ്ലീഷിന്റെ ആവശ്യകത. Number 1. English is a global language. ലോകം മുഴുവനും സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. 50-ൽ പരം രാജ്യങ്ങളിൽ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യണോ? either as a student or for an employment or education purpose, English is must. Number 2. English is considered as a business language. നിങ്ങൾക്ക് മാന്യമായ ഒരു ജോലി വേണ്ടി നമ്മുടെ സംസ്ഥാനം 100% ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ആയിട്ടും majority of our youth are unemployed. Why? Because of our poor performance in English. നമ്മളെല്ലാവരും ജോലി ചെയ്യാൻ വളരെ മിടുക്കന്മാരാണ്. എന്നാൽ എന്താണ് താൻ ചെയ്ത ജോലിയെന്ന് സുപ്പീരിയേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യാൻ ഓർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നമ്മൾക്കറിയത്തില്ല. അപ്പൊ അവിടെ ദ ക്രെഡിറ്റ് ഗോസ് ടു someone else, ബിക്കോസ് നമ്മുടെ ബോസുമാർ ഓർ വെൻ സം അതർ പ്ലേസസ് പീപ്പിൾ അവരിതിന് ക്രെഡിറ്റ് എടുക്കുന്നു. അഗെയിൻ, ജോലി കിട്ടിയാൽ മാത്രം പോരാ, നമുക്ക് അത്യാവശ്യം നല്ല സാലറിയും വേണ്ടി. സോ ഇംഗ്ലീഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. നമ്പർ 3. ഇംഗ്ലീഷ് വിൽ ഓപ്പൺ എ വേൾഡ് ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റി ആൻഡ് വിൽ മേക്ക് എ ഹോട്ട് പ്രോപ്പർട്ടി. If you have a good knowledge of English, you speak good English, then you will be considered. ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്മാർട്ടായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിവുള്ളവരാണ്, എപ്പോഴും സ്മാർട്ടായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിവുള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. So keep it in mind, English is very important in our life. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നാം ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് മജോറിറ്റി ഓഫ് ആൾക്കാർ പറയുന്നത് അവർക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്, വൊക്കാബുലറി പ്രോബ്ലംസ് ഉണ്ട്, ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല, പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസ്, ആക്സെന്റ്, ഗ്രാമർ, ഇങ്ങനെ നീളുകയാണ്, എല്ലാം പ്രോബ്ലംസ് ആണ്. എന്നാൽ
ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല. നമ്മുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ചമ്മലാണ്. മറ്റുള്ളവർ നമ്മുടെ ഇംഗ്ലീഷ് കേട്ടാൽ ചിരിക്കുമോ, കളിയാക്കുമോ? നമ്മളോട് ഒരു അടച്ച മുറിയിൽ തനിയെ ഇരുന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും സംസാരിക്കില്ലേ? വൈ? മറ്റാരും ഇത് കേൾക്കുന്നില്ല, ആരും നമ്മളെ കളിയാക്കില്ല. ഇത് നമ്മുടെ ഒരു മെന്റൽ ഫീലാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഇംഗ്ലീഷ് സ്പീക്കർ വഴിതെറ്റി നിങ്ങളെ കാണുന്നു എന്ന് വിചാരിക്കുക. He wants to go to a nearby restaurant for his lunch. അദ്ദേഹം നിങ്ങളോട് വഴി ചോദിച്ചാൽ നമ്മൾ ഒരു പകുതി ബോഡി ലാംഗ്വേജും ബാക്കി നമുക്കറിയാവുന്ന ഇംഗ്ലീഷും ചേർത്ത് സംസാരിക്കും. Go straight, take right, then left, one hotel board, good food, etc. നിങ്ങൾ റിപ്ലൈ കേട്ട് അദ്ദേഹം ചിരിക്കും? ഒരിക്കലുമില്ല. He wants to reach his final destination. So he will be happy with your reply. ഇവിടെ ഗ്രാമർ ആണോ വേണ്ടത്? അല്ല. അപ്പം നാം ആണ് നമ്മുടെ ഇംഗ്ലീഷ് മോശമെന്ന് പറയുന്നത്. അവിടെ നാം ആണ് ചിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്നവർ ഒരിക്കലും ചിരിക്കില്ല. ഈ പ്രോബ്ലത്തെക്കാട്ടിലും വലിയ പ്രശ്നമാണ് അടുത്തത്, which is fear. പേടി. There are two types of fear. One, natural fear. ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്നതാണത്. അവിടെ തൊടരുത്, കറണ്ട് അടിക്കും, തീയിൽ പിടിക്കരുത്. ആക്ച്വലി ഇവിടെ നമ്മുടെ പേടി ഇതല്ല. നമുക്ക് വരുന്ന പ്രശ്നം ഇമാജിനറി ഫിയർ, സാങ്കല്പികമായ പേടി. തോൽവി നമുക്ക് പേടിയാണ്. തോൽക്കാതെ തന്നെ തോൽവി ഏറ്റുവാങ്ങി പേടിച്ചിരിക്കുന്ന പേടി. നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കത്തില്ല, ആ സമയത്ത് നമുക്കുണ്ടാവുന്ന പേടി. ഇഞ്ചക്ഷനെ പേടിച്ച് ഹോസ്പിറ്റലിൽ പോകാത്ത പേടി. നമ്മളെ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു എന്ന് വിചാരിക്കുക. നാം അറിയാതെ തന്നെ അവിടെയുള്ള നേഴ്സ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളോട് പറയും ഫിനിഷ്, കഴിഞ്ഞു. ഈ സമയത്ത് ഇതൊന്നും നാം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നാം ചോദിക്കും, ആഹാ കഴിഞ്ഞു, that's it. നമ്മുടെ പേടി പോയി. സിമിലർലി എക്സാം ഫിയർ, ഇന്റർവ്യൂ ഫിയർ. സോ ഇവിടുത്തെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ, ഫേസ് ഇറ്റ്. റിസൾട്ട് നമ്മൾ കേട്ടേ പറ്റൂ, ഫേസ് ഇറ്റ്. ഇന്റർവ്യൂവിന് പോയി ജോലി കിട്ടിയേ മതിയാകൂ, ഫേസ് ഇറ്റ്. എക്സാം എഴുതിയേ മതിയാവൂ, ഫേസ് ഇറ്റ്. സോ ദ ആൻസർ ഇസ് സിമ്പിൾ, ഫേസ് ഇറ്റ്. 100% you will succeed. The next and very important question, how can I overcome the situation? ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഈസി മെത്തേഡ്സ് എന്തൊക്കെയാണ്? Nothing is impossible. Nothing is impossible. Everything is possible. Solution number 1. ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കണം. വിതൗട്ട് എ വിഷ് ഓർ ആൻ ഇൻട്രസ്റ്റ്, അതുമല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിനോടൊരു പ്രേമം വേണം. ഇതില്ലാതെ you cannot. So the first part and the most important part is
interest, which is ആഗ്രഹം. Number 2, believe yourself. എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ എല്ലാ ദിവസവും ഈച്ച് ആൻഡ് എവറി ടൈം നമ്മുടെ മനസ്സിനോട് പറയണം, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. ഇത് പറഞ്ഞ് 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 മനസ്സിനെ കൂടി സമ്മതിപ്പിക്കണം. സോ നാച്ചുറലി നമ്മളിതിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്പർ 3, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. യു ഹാവ് ടു ആക്ട് സ്മാർട്ട്. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും ഇത് പുറത്ത് കാണിക്കരുത്. ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറയരുത്, ഐ ആം സോറി മൈ ഇംഗ്ലീഷ് ഇസ് ബാഡ് എന്ന് പറയരുത്. നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് ടിൽ യു മേക്ക് ഇറ്റ് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും. നമ്പർ 4, മേക്ക് മിസ്റ്റേക്സ്. ഇംഗ്ലീഷ് സംസാരിക്കണോ, നമ്മൾ മാക്സിമം മിസ്റ്റേക്സ് ഉണ്ടാക്കണം. നാം ചെറുപ്പത്തിൽ എങ്ങനെയാണ് നടക്കാൻ പഠിച്ചത്? ഓർ നമുക്ക് എങ്ങനെയാണ് സൈക്കിൾ ബാലൻസ് കിട്ടിയത്? സൈക്കിളിൽ കയറി ആദ്യം താഴെ വീഴുന്ന സമയത്ത് നിങ്ങൾ ചെയറിൽ കയറി ഇരുന്നു അല്ലെങ്കിൽ കട്ടിലിൽ കയറി കിടന്നുവെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് കിട്ടുമോ? ഒരിക്കലുമില്ല. നമ്മൾ താഴെ വീണ് ഉരുണ്ട് നിരങ്ങി എങ്ങനെയൊക്കെ മിസ്റ്റേക്സ് വരുത്താമോ ആ മിസ്റ്റേക്സ് എല്ലാം വരുത്താൻ നമ്മൾ പഠിച്ച് അങ്ങനെയാണ് നമ്മൾ നടന്നതും സൈക്കിൾ ബാലൻസും കിട്ടിയത്. സോ മേക്ക് മാക്സിമം മിസ്റ്റേക്സ്, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്സ്. ഒരിക്കലും ചെയ്ത മിസ്റ്റേക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. നമ്പർ 5, സ്പീക്ക് ലൗഡ്ലി. മാക്സിമം ഉച്ചത്തിൽ സംസാരിക്കണം. ഉച്ചത്തിൽ സംസാരിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. പതുക്കെ സംസാരിച്ചാൽ കേൾക്കുന്ന ആളിന് ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം അവിടെ ഡൗട്ട് തോന്നിയേക്കാം. ഈ കേൾക്കുന്ന ആള് നിങ്ങളോട് സോറി എന്നോ ഐ ബെഗ് യു പാർഡൺ എന്നോ പാടമിയോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചാൽ നാം പെട്ടെന്ന് പാനിക്കാവും. ടെൻഷൻസ് കൂടും. നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണോ റോങ് ആണോ ഇങ്ങനെയുള്ള ടെൻഷൻസ് എല്ലാം നമുക്ക് കൂടി പറയാൻ വച്ചിരുന്നത് പോലും നമ്മൾ മറന്നുപോകും. സോ സ്പീക്ക് ലൗഡ്ലി. നമ്പർ 6, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. സ്റ്റോപ്പ് ട്രാൻസ്ലേറ്റിംഗ്. ഒരിക്കലും നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കരുത്. ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാൻ പഠിക്കുക. ഇതിന് ഏറ്റവും ഈസി മെത്തേഡ് നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു വെസ്റ്റേൺ ഹോസ്പിറ്റലിൽ പോകും, ഓർ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് വെഡിങ്ങിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നു, ഓർ ഇവൻ ഒരു ഷോപ്പിംഗ് മോളിൽ പോകുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗോയിങ് ഫോർ എ വെസ്റ്റേൺ വെഡിങ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ, റൈറ്റ് ഡൗൺ ദ വേർഡ്സ് യു വുഡ് യൂസ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. എന്തൊക്കെ വേർഡ്സ് ആണ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതൊരു പേപ്പർ എടുത്തിട്ട് എഴുതുക. Then make a sentence. ഓരോ സെന്റൻസ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇഫ് പോസിബിൾ ഇതിനെ നമ്മൾ സ്ക്രിപ്റ്റ് ആക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ചെറിയ കൊച്ചു സ്ക്രിപ്റ്റ് ആക്കി മാറ്റിയത്. Then practice that. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്
നിങ്ങളിത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഇത് കേൾക്കുക. ഇഫ് യു നോട്ട് ഹാപ്പി വിത്ത് യുവർ റെക്കോർഡ്, ഡിലീറ്റ് ഇറ്റ്. സെയിം സിനാരിയോ, റീറെക്കോർഡ് ഇറ്റ്, ഡിലീറ്റ് ഇറ്റ്, റീറെക്കോർഡ്. നിങ്ങൾ എത്ര സമയം വരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്ര സമയം വരെ ഇത് റെക്കോർഡ് ചെയ്യുക. സിമിലർ വേ, മേക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആൻഡ് പ്രാക്ടീസ് ഇറ്റ്. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്നാന്ന് ചോദിച്ചാൽ, യു വിൽ ഗെറ്റ് വൊക്കാബുലറി. ഇവിടെ നമുക്ക് വി ക്യാൻ ഇംപ്രൂവ് അവർ കോൺഫിഡൻസ് ലെവൽ. നിങ്ങളുടെ ചമ്മല് മാറി ഫ്ലുവൻ്റ് ആയി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. And finally, the seventh one, which is a very important factor, keep practicing. You cannot improve without practicing. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ടൈം വേണ്ട, ഒരു പ്ലേസ് വേണ്ട. എനി ടൈം, എനിവേ. ബാത്റൂമിൽ പറ്റും, ബെഡ്റൂമിൽ പോസിബിൾ, കിച്ചൺ, ലിവിംഗ് റൂം, ഏത് സമയത്തും എവിടെ ഇരുന്നും നമുക്ക് തന്നെയാണെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. നമുക്ക് വൊക്കാബുലറി കിട്ടാൻ നമുക്ക് ബുക്ക് വായിച്ചേ പറ്റൂ. എന്നാൽ ബുക്ക് വായിച്ചാൽ സംസാരിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടാൽ നമുക്ക് അതിൻ്റെ മോഡുലേഷനും ആക്സെന്റും കിട്ടും, സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കണമെങ്കിൽ കീപ് പ്രാക്ടീസിങ്. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. നാലാമത്തെ ചോദ്യം ഞങ്ങൾ കിട്ടിയത്, സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ വഴി പഠിക്കാൻ പറ്റുന്നതാണോ? തീർച്ചയായും. വൺ കണ്ടീഷൻ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കാനോ സംസാരിക്കാനോ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കൂടി ഞാൻ പറയാം. യു ക്യാൻ ലേൺ അവർ ക്ലാസ്സസ് ഫ്രം എനിവേ, എനി ടൈം, അറൗണ്ട് ദ വേൾഡ്. ഇവിടെ വേണ്ടത് ഒരു സ്മാർട്ട് ഫോണും വൈഫൈ കണക്ഷനും മാത്രം മതി. ഫ്ലെക്സിബിൾ സ്കെഡ്യൂൾ ആയിരിക്കും. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ സമയമെടുത്ത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എക്സസൈസ് റിപ്പീറ്റ് ചെയ്യാം. 24/7 നിങ്ങൾക്ക് ഞങ്ങളുടെ അസോസിയേറ്റ്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള ടോപ്പിക്ക് ആഡ് ചെയ്യാനും ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ദിസ് ക്ലാസ് ഈസ് ഫോർ സ്പെഷ്യലി ഫോർ യു ഓൺലി. നിങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലൈസ്ഡ് ട്രെയിനേഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവരോട് ചേർന്ന് അവരോട് കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിൽ നിങ്ങൾ മാത്രമുള്ളത് കൊണ്ട് എനി ടൈപ്സ് ഓഫ് ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻ ചമ്മൽ കൂടാതെ ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ നിങ്ങളുടെ ഷൈനസ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫ്രീ ആയി, ഫ്ലുവൻ്റായി സംസാരിക്കാം. Keep it in mind, English is must for everyone. Students, executives, professionals, housewives, etc. എൻ്റെ ഇന്നത്തെ സെഷൻ
എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും പ്ലീസ് എനിക്ക് അയച്ചു തരിക. Please like and subscribe to our channel and click on the bell icon for more updates. Thank you so much. Thank you all. God bless you all.